ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ചലഞ്ച് എന്നിട്ടൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷിൻ്റെ ബേസ് തൊട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം വളരെ സിമ്പിളായിട്ട് നമ്മൾ ഇംഗ്ലീഷിൻ്റെ ബേസ് തൊട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കും. അത്യാവശ്യം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഒരു സിമ്പിൾ വേയിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്താണ് സബ്ജക്റ്റ്, എന്താണ് വേർബ്, എന്താണ് ഒബ്ജക്റ്റ്. അതുപോലെ തന്നെ ഒരു ഇംഗ്ലീഷിലെ ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എന്താണെന്നുള്ളതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. അതായത് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഒരു സെൻറ്റൻസ് പറയുന്നത്. ഇനിയിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു തുടങ്ങുന്നത്, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ പരിചയപ്പെടാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ സിമ്പിളായിട്ടുള്ളൊരു സെൻറ്റൻസ് പറയാണ്. അവൻ സ്കൂളിൽ പോകുന്നു. അവൻ സ്കൂളിൽ പോകുന്നു. സിമ്പിളായിട്ടുള്ള ഒരു സെൻറ്റൻസാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, മലയാളത്തിലാണ് പറഞ്ഞത്. അവൻ സ്കൂളിൽ പോകുന്നു. ഇവിടെ ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കും, ഒരു വേർബ് ഉണ്ടായിരിക്കും, ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും അല്ലേ. ഏത് ഭാഷയിൽ നമ്മൾ സെൻറ്റൻസ് പറയുകയാണെങ്കിൽ അവിടെ സബ്ജക്റ്റും വേർബും ഒബ്ജക്റ്റും ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അവൻ സ്കൂളിൽ പോകുന്നു എന്നതിലെ സബ്ജക്റ്റ് എന്താണ്? അവൻ എന്നതാണ്. പോകുന്നു എന്നതാണ് എന്ത്? വേർബ്. എവിടേക്കാണ് പോകുന്നത്? സ്കൂളിലേക്കാണ് പോകുന്നത്. അതാണ് അവിടുത്തെ ഒബ്ജക്റ്റ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഇവിടെ അവൻ എന്നുള്ളത് സബ്ജക്റ്റാണ്, സ്കൂളിൽ എന്നുള്ളത് ഒബ്ജക്റ്റാണ്, പോകുന്നു എന്നതാണ് ഇവിടുത്തെ വേർബ്. അവൻ സ്കൂളിൽ പോകുന്നു. ഇനി നമ്മൾ ഇതിനെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറിൽ ചെറിയ മാറ്റം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിനെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയാണ്. ഹീ ഗോസ് ടു സ്കൂൾ. ഹീ ഗോസ് ടു സ്കൂൾ. അവൻ സ്കൂളിൽ പോകുന്നു. മീനിങ് സെയിം ആണ്. ഇനി നോക്കുക, ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? ഹീ. അവൻ എന്നുള്ളത് സബ്ജക്റ്റാണ് അല്ലേ. അപ്പോൾ അവൻ എന്നുള്ളത് എന്താണ്? ഹീ എന്നുള്ളതാണ്, അത് സബ്ജക്റ്റാണ്. ഗോസ് എന്നുള്ളത് എന്താണ്? പോകുക എന്നുള്ളത് എന്താണ് നമ്മൾ പറഞ്ഞത്? വേർബാണ് അല്ലേ. ടു സ്കൂൾ. എവിടേക്കാണ് പോകുന്നത്? സ്കൂളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതാണ് അവിടുത്തെ ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ മലയാളത്തിൽ നമ്മളൊരു സെൻറ്റൻസ് പറഞ്ഞപ്പോൾ അതിൻ്റെ സ്ട്രക്ചറിലും അതുപോലെ നമ്മൾ ഇംഗ്ലീഷിലോട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ സ്ട്രക്ചറിലും മാറ്റം സംഭവിച്ചത് കണ്ടോ. ഓക്കെ, മലയാളത്തിൽ നമ്മൾ പറഞ്ഞത് എങ്ങനെയായിരുന്നു? ഒരു SOV ആണല്ലേ, SOV പാറ്റേൺ ആണ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലെ ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? SVO പാറ്റേണിലാണ് കേട്ടോ. SVO പാറ്റേണിലാണ് നമ്മൾ ഇംഗ്ലീഷിൽ സെൻറ്റൻസ് പറയുന്നത്. ഒരു പോയിന്റ് പഠിച്ചു വെക്കുക കേട്ടോ. ഇംഗ്ലീഷിൽ സെൻറ്റൻസ് പറയുന്നത് SVO പാറ്റേൺ ആണ്. അതായത് ഫസ്റ്റ് സബ്ജക്റ്റ് ആണ്, രണ്ടാമത്തേത് വേർബാണ്, മൂന്നാമത് ഒബ്ജക്റ്റ് ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ചില ആളുകൾക്ക് എന്താണ് സബ്ജക്റ്റ്, എന്താണ് വേർബ്, എന്താണ് ഒബ്ജക്റ്റ് എന്നറിയാത്തവരുണ്ടാവും. ശ്രദ്ധിക്കുക, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്കിനി ഈ സെൻറ്റൻസിലോട്ട് തന്നെ പോവാം. ഹീ ഗോസ് ടു സ്കൂൾ. അവൻ സ്കൂളിൽ പോകുന്നു. ഓക്കെ, അവൻ സ്കൂളിൽ പോകുന്നു. അത് അവൻ ചെയ്യുന്ന ഒരു പണിയാണ് സ്കൂളിൽ പോകുക എന്നുള്ളതിലേ. സ്കൂളിൽ പോകുക എന്നുള്ളതൊക്കെ ഒരു പണിയാണ്. അപ്പം അവൻ എടുക്കുന്ന പണി എന്താണ്? സ്കൂളിൽ പോകുക എന്നുള്ളതാണ് അല്ലേ. അവൻ എടുക്കുന്ന ജോലി അല്ലെങ്കിൽ അവൻ എടുക്കുന്ന പ്രവൃത്തി എന്താണ്? സ്കൂളിൽ പോകുക എന്നുള്ളതാണ് അല്ലേ. അപ്പം ഇവിടെ പോകുക എന്നുള്ളതാണ് അവൻ ചെയ്യുന്ന പണി. പോകുക അല്ലേ, പോകുകയാണ് അല്ലേ, പോവുകയാണ് എന്നുള്ളത് ഇവിടുത്തെ ഒരു ക്രിയയാണ് കേട്ടോ. ഇവിടുത്തെ ഒരു ക്രിയയാണ് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്ത്? വേർബ്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് എന്ത്? വേർബ് കേട്ടോ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കാണ് വേർബ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക. ഓക്കെ, ഇനി ആരാണ് ഈ വേർബ് ചെയ്യുന്നത്? ആരാണ് ഈ ക്രിയ ചെയ്യുന്ന ആൾ? ആരാണ് ഈ ക്രിയ ചെയ്യുന്ന ആൾ? ഹീ ആണ്. അവനാണ് ഇവിടെ ക്രിയ ചെയ്യുന്ന ആളല്ലേ. അവനാണ് സ്കൂളിൽ പോവുക എന്നുള്ള പണി ചെയ്യുന്ന ആൾ. അപ്പോൾ ഈ അവനാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. കിട്ടിയോ? അവനാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഇനി അവൻ സ്കൂളിൽ പോകുന്നു. അവൻ ചെയ്യുന്ന പണിയാണ് വേർബ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അവൻ എവിടേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ അവൻ എന്ത് പണിയാണ് ചെയ്യുന്നത്? സ്കൂളിൽ പോകുക എന്നുള്ളതാണ് അവൻ പണി ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതാണ് എന്ത്? ഒബ്ജക്റ്റ് കേട്ടോ. എവിടേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ എന്ത് ജോലിയാണ് ചെയ്യുന്നത് അതൊക്കെയാണ് എന്ത്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ആരാണോ പ്രവൃത്തി ചെയ്യുന്ന ആൾ അവനാണ് സബ്ജക്റ്റ്. ഓക്കെ, ഇനി എന്താണ് ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ ഉറങ്ങുക എന്നുള്ളതൊരു പണിയാണ്, നടക്കുക എന്നുള്ളത് പണിയാണ്, വായിക്കുക എന്നുള്ളത് പണിയാണ്. ഇങ്ങനെ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുന്നു, എന്തൊരു പണിയാണോ നമ്മൾ ചെയ്യുന്നത് അതൊക്കെ എന്താണ്?
വേർബാണ് കേട്ടോ. അതൊക്കെ എന്താണ് വേർബ്. ഈ വേർബിനെ തുടർന്ന് വരുന്നതാണ് എന്ത് ഒബ്ജക്റ്റ് കേട്ടോ. ഇനി ഞാൻ അടുത്തൊരു സെൻറ്റൻസും കൂടെ പറയാണ്. നിങ്ങൾ സബ്ജക്റ്റും വേർബും ഒബ്ജക്റ്റും കണ്ടുപിടിക്കുക കേട്ടോ. ഷീ റീഡ്സ് ബുക്ക്. ഷീ റീഡ്സ് ബുക്ക്. അവൾ ബുക്ക് വായിക്കുന്നു എന്നാണ്. ഷീ റീഡ്സ് ബുക്ക്. ഓക്കെ. അപ്പം ഇവിടുത്തെ വേർബ് എന്താണ്, ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്, ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്താണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഷീ റീഡ്സ് ബുക്ക്. അവൾ ബുക്ക് വായിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അവൾ ആണ് എന്ത് സബ്ജക്റ്റ്. കാരണം അവളാണല്ലോ വായിക്കുന്നത്. വായിക്കുക എന്നുള്ളത് ഒരു വർക്കാണ്, ഒരു പ്രവൃത്തിയാണ് അല്ലേ. വായിക്കുക എന്നുള്ളത് ഒരു പ്രവൃത്തിയാണ് അല്ലേ. നമ്മൾ നമ്മുടെ എനർജിയൊക്കെ വേസ്റ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ വായിക്കുകയാണ്. അതെന്താണ്, ഒരു പ്രവൃത്തിയാണ് അല്ലേ. അപ്പോൾ ആ പ്രവൃത്തിയാണ് എന്ത് വേർബ്. ഇനി ആരാണോ ആ പ്രവൃത്തി ചെയ്യുന്നത്, ആരാണ്, ഷീ, അവളാണല്ലേ. അപ്പോൾ അവളാണ് എന്ത് ഇവിടുത്തെ സബ്ജക്റ്റ്. ഓക്കെ. അവൾ വായിക്കുന്നു. ഇനി എന്താണ് അവൾ വായിക്കുന്നത് എന്ന് ചോദിച്ചു നോക്കിയേ. എന്താണ് അവൾ വായിക്കുന്നത്, ബുക്കാണ് വായിക്കുന്നത് അല്ലേ. അപ്പം ബുക്ക് എന്നുള്ളതാണ് എന്ത് ഒബ്ജക്റ്റ് കേട്ടോ, ഒബ്ജക്റ്റ്. ഇനി ഒരു സെൻറ്റൻസ് കൂടെ ഞാൻ പറയാണ്. അർജുൻ പ്ലേസ് ഫുട്ബോൾ. അർജുൻ പ്ലേസ് ഫുട്ബോൾ. അർജുൻ ഫുട്ബോൾ കളിക്കുന്നു. ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്, എന്താണ് സബ്ജക്റ്റ്, അർജുനാണല്ലേ. അർജുനാണ് കളിക്കുന്ന ആൾ. അപ്പം അർജുനാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഇനി അർജുൻ എന്താ ചെയ്യുന്നത്, കളിക്കുകയാണല്ലേ. അപ്പോൾ കളിക്കുക എന്നുള്ളത് എന്താണ്, ഇവിടുത്തെ വേർബാണല്ലേ. ഇവിടുത്തെ ക്രിയ എന്താണ്, പ്ലേസ് ആണ്, കളിക്കുക എന്നുള്ളതാണ്. ഇനി അർജുനോട് ചോദിക്കുക എന്താണ് കളിക്കുന്നത് എന്ന് അർജുനോട് ചോദിച്ചു നോക്കിയേ. എന്താ കളിക്കുന്നത്, ഫുട്ബോളാണ് കളിക്കുന്നത്. അപ്പോൾ ഫുട്ബോളാണ് എന്ത് ഇവിടുത്തെ ഒബ്ജക്റ്റ്. കിട്ടിയില്ലേ. അപ്പം ഇംഗ്ലീഷിൽ നമ്മളൊരു സെൻറ്റൻസ് പറയുന്നത് SVO പാറ്റേണിലാണ്. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ആദ്യം പഠിച്ചു വെക്കേണ്ട കാര്യം ഇതാണ് കേട്ടോ. സബ്ജക്റ്റ് എന്താണ്, വേർബ് എന്താണ്, ഒബ്ജക്റ്റ് എന്താണെന്നുള്ള കാര്യമാണ് നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് അടുത്ത പോയിൻ്റ് എനിക്ക് പറയാനുള്ളത്, അപ്പം നമ്മൾ പറഞ്ഞല്ലോ സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്. അപ്പോൾ ഇനി പ്രധാനമായിട്ട് വരുന്ന സബ്ജക്റ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പഠിക്കുന്നത് കേട്ടോ. ഹീ, ഷീ, ഇറ്റ്. ഇതൊക്കെ എന്താണ് സബ്ജക്റ്റ്. ഹീ അവൻ, ഷീ അവൾ, ഇറ്റ് ഇത് അല്ലെങ്കിൽ അത്. ഓക്കെ. അതേപോലെ തന്നെ ഐ, യു, ദേ, വി. ഇതൊക്കെ എന്താണ് സബ്ജക്റ്റായിട്ട് വരുന്നവരാണ് കേട്ടോ. ഇതൊക്കെ സബ്ജക്റ്റായിട്ട് വരുന്ന. ഐ എന്ന് വെച്ചാൽ ഞാൻ, യു എന്ന് വെച്ചാലോ നീ അല്ലെങ്കിൽ നിങ്ങൾ എന്ന് നമുക്ക് പറയാം കേട്ടോ. നീ എന്ന് നമ്മൾ ഒരാളെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് യു ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമ്മൾ നിങ്ങളെന്ന് പറയാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ നിങ്ങൾ എന്ന് നമ്മൾ ബഹുമാനത്തിൽ പറയുമ്പോഴും, ഇപ്പോൾ നമ്മൾ ഒരാളെ സിംഗുലറായിട്ട് നിൽക്കുന്ന ഒരാളെ നമ്മൾ മലയാളത്തിൽ നീ പറയും. അതുപോലെ നിങ്ങൾ പറയുമ്പോൾ ഒന്നുകൂടി റെസ്പെക്റ്റിലാണല്ലോ നമ്മൾ പറയല്ലേ. പക്ഷേ ഇംഗ്ലീഷിൽ യു എന്ന് പറഞ്ഞാൽ നീയും നിങ്ങളും ഒക്കെ യു തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ആളുകളെ നമ്മൾ പറയില്ലേ, നിങ്ങളെന്ന് പറയും ഒന്നിൽ കൂടുതൽ ആളുകളെ, അവിടെയും നമുക്ക് യു തന്നെയാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. യു എന്ന് വെച്ചാൽ നീ എന്ന് ഉപയോഗിക്കാം, നിങ്ങൾ. ഓക്കെ. രണ്ട് മീനിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ദേ എന്ന് വെച്ചാൽ അവർ ഒന്നിൽ കൂടുതൽ ആളുകളെ നമ്മൾ ദേ വെച്ചിട്ടാണ് പറയുക, അവർ. അതേപോലെ വി എന്ന് വെച്ചാൽ ഞങ്ങൾ എന്നുള്ള മീനിങ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്ന് നമുക്ക് വി കൊണ്ട് പറയാം കേട്ടോ. നമ്മൾ എന്ന് പറയണമെങ്കിലും വി ഉപയോഗിക്കാം, ഞങ്ങൾ എന്ന് പറയണമെങ്കിലും വി ഉപയോഗിക്കാം. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ഒരാളുടെ പേര് പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞില്ല അർജുൻ എന്നുള്ള പേര്, മനു എന്നുള്ള പേര്, വർഷ എന്നുള്ള ആൾ, അതേപോലെ ജ്യോതി എന്നുള്ള ആൾ, ഇങ്ങനെ നമ്മൾ ഓരോ പേരുകൾ സ്പെഷ്യലൈസ് ചെയ്തിട്ട് പറയുകയാണെങ്കിലും അവരൊക്കെ എന്താണ് സബ്ജക്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, അർജുൻ പ്ലേസ് ഫുട്ബോൾ. അർജുൻ ഫുട്ബോൾ കളിക്കുന്നു. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് എന്താണ്, അർജുൻ എന്നതാണല്ലേ. അപ്പോൾ ഇതുപോലെ പേര് വരുന്നതും എന്താണ് സബ്ജക്റ്റായിട്ട് വരും. അപ്പോൾ ഇതൊക്കെയാണ് ഇംഗ്ലീഷിൽ പ്രധാനമായിട്ട് വരുന്ന സബ്ജക്റ്റുകൾ. ഓക്കെ, മനസ്സിലാക്കി വെക്കുക. ഇനി കുറച്ച് വേർബ്സിന് എക്സാമ്പിൾസ് പറയാം കേട്ടോ. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ മനസ്സിലായിക്കോളും. വേർബ്സ് എന്തൊക്കെയാണ്, ക്രിയകൾക്ക് കുറച്ച് എക്സാമ്പിൾസ് പറയാം. റീഡ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. റീഡ് വായിക്കുക എന്നുള്ളത് എന്താണ്, ഒരു പ്രവൃത്തിയാണെങ്കിൽ ഒരു ക്രിയയാണ്. പ്ലേ കളിക്കുക ഒരു ക്രിയയാണ്, ഒരു വേർബാണ് പ്ലേ കളിക്കുക. ഡ്രിങ്ക് കുടിക്കുക. സ്ലീപ്പ് ഉറങ്ങുക. ഇതൊക്കെ എന്താണ് വേർബ്സാണ് കേട്ടോ. റൈറ്റ് എഴുതുക എന്നുള്ളത് എന്താണ്, ഒരു പ്രവൃത്തിയാണ്. സിങ് പാട്ട് പാടുക. ഡാൻസ് കളിക്കുക. ലവ് സ്നേഹിക്കുക ഒരു ജോലിയാണ് കേട്ടോ. ലവ് സ്നേഹിക്കുക. ലൈക്ക് ഇഷ്ടപ്പെടുക. ഇതൊക്കെ എന്താണ് വേർബ്സിന് എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഒരുപാട് വേർബ്സ് ഉണ്ട്. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നു അതൊക്കെ എന്താണ്, എന്ത് കാര്യം ചെയ്യുന്നു അതൊക്കെ എന്താണ് വേർബ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതിന് കുറേ ഫോംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.
ഇനി ഈ വേർബ്സിനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഹെൽപ്പിംഗ് വേർബ്സുകളും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ റീഡ്, സിങ്, ഡാൻസ്, വാക്ക് ഇങ്ങനെയുള്ള വേർബ്സിനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കുഞ്ഞ് ഹെൽപ്പിംഗ് വേർബ്സും കൂടെ ഉണ്ട് കേട്ടോ. അതായത് സഹായക്രിയകൾ എന്ന് പറയും. അതേപോലെ നമ്മൾ ഓക്സിലറി വേർബ്സ് എന്നും അവയ്ക്ക് പേരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് വേർബ്സും കൂടെ ഉണ്ട്. അതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാം. ഇനി ഞാനിവിടെ കുറച്ച് സെൻറ്റൻസുകൾ, സിമ്പിളായിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകൾ, ഒരു 3-4 സെൻറ്റൻസുകൾ കൊടുക്കുന്നുണ്ട്. ഇതിലുള്ള സബ്ജക്റ്റും വെർബും ഒബ്ജക്റ്റും നിങ്ങൾ കണ്ടുപിടിക്കുക. ദേ ഈറ്റ് ഫുഡ്. ഫസ്റ്റ് സെൻറ്റൻസ്, ദേ ഈറ്റ് ഫുഡ്. വി കുക്ക് ഫുഡ്. ഹീ ഡ്രിങ്ക്സ് കോഫി. ഷീ റീഡ്സ് ന്യൂസ് പേപ്പർ. 4 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസിലെ സബ്ജക്റ്റും വെർബും ഒബ്ജക്റ്റൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കുക കേട്ടോ. അപ്പം ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇംഗ്ലീഷ് ഒട്ടും അറിയാത്ത ആളുകളെ പരിഗണിച്ചിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. അപ്പോൾ അവർക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇംഗ്ലീഷ് ഒട്ടും അറിയാത്ത ആളുകളെ നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് ചലഞ്ച് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മുടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക്